Last നടന്ന JEE Mains എക്സാമിന്റെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ലാസ്റ്റ് നടന്ന എല്ലാ JEE Mains ക്വസ്റ്റ്യൻ പേപ്പറുകളിലെയും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സം ഓഫ് ഓൾ ദ റിയൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ e raised to 2x minus 4 times 6 times e raised to 2x minus 5 times e raised to x plus 1 is equal to 0. ഇത് കാണുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നാണ് നമുക്ക് NCERT പേരെങ്കിലും നമുക്ക് ചോദിക്കുന്നത് തിയറി ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നുമാണ്. അത് ചെയ്യാനായിട്ട് നമുക്ക് e raised to x ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പുട്ട് e raised to x is equal to t. നമുക്ക് e raised to x ന് t എന്ന് കൊടുത്താൽ ഈ ഇക്വേഷൻ ഇങ്ങനെയാവും. e raised to 2x എന്ന് പറയുന്നത് അപ്പോൾ t സ്ക്വയർ മൈനസ് 4 ടൈംസ് 6t സ്ക്വയർ മൈനസ് 5t പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഒരു പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ആദ്യത്തെ ഫാക്ടർ 0 ആവുക, അല്ലെങ്കിൽ സെക്കൻഡ് ഫാക്ടർ. സോ ഇതിൽ നിന്ന് നമുക്ക് t ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 എന്ന് കിട്ടും. നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 6t സ്ക്വയർ ആഡ് ചെയ്യുമ്പം മൈനസ് 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 6 കിട്ടുന്ന നമ്പർ മൈനസ് 3 മൈനസ് 2 ആണ് അല്ലേ. മൈനസ് 3t മൈനസ് 2t പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. അതിനടുത്ത് നമുക്കൊരു 3t കോമൺ എടുക്കാം. സോ 2t മൈനസ് 1 ഒരു നെഗറ്റീവ് കോമൺ എടുത്താൽ 2t മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. സോ 2t മൈനസ് 1 വീണ്ടും നമുക്ക് കോമൺ എടുക്കാം. 2t മൈനസ് 1 ടൈംസ് 3t minus 1. So 2t minus 1 is equal to 0 or 3t minus 1 is equal to 0. ഇതിൽ t is equal to നമുക്ക് 1/2 എന്ന് കിട്ടും. t is equal to 1/3 കിട്ടും. അപ്പോൾ നമുക്ക് ആകെ കിട്ടിയ വാല്യൂസ് എന്ന് പറയുന്നത് ടിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 2 കിട്ടി, 1/2 കിട്ടി, 1/3 കിട്ടി. t is equal to 2 കിട്ടിയിരുന്നു, t is equal to minus 2 കിട്ടിയിരുന്നു, t is equal to 1/2 കിട്ടിയിരുന്നു, ആൻഡ് ഫൈനലി t is equal to 1/3 കിട്ടിയിരുന്നു. t എന്താണ്? e raised to x ആണ്. ആക്ച്വലി നിങ്ങൾക്കറിയാം e raised to x എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. കാരണം e എന്ന് പറയുന്നത് 2.71828 എന്ന് പറയുന്ന നമ്പറാണ്. സോ അതിൻ്റെ പവറുകളെല്ലാം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ടിയുടെ വാല്യൂ നമുക്ക് -2 കൊടുക്കാൻ പാടില്ല, കാരണം e raised to x ആണ് t. ഓക്കെ, സോ നമുക്ക് e raised to x എന്ന് പറയുന്നത് 2 കിട്ടും, e raised to x എന്ന് പറയുന്നത് 1/2 കിട്ടും, e raised to x എന്ന് പറയുന്നത് 1/3 എന്ന് കിട്ടും. ഇതിൽ നിന്നും x is equal to log 2 to the base e ആണ്. ലോഗരിതം ഓഫ് 1/2 to the base e, x is equal to ലോഗരിതം ഓഫ് 1/3 to the base e. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സം ഓഫ് ഓൾ ദ റിയൽ റൂട്ട്സ്. സോ അതിൻ്റെ എല്ലാം തന്നെ സം എടുക്കാം. നമുക്ക് ലോഗ് 2 to the base e plus log 1/2 to the base e plus log 1/3 to the base e. ആഡ് ചെയ്താൽ log a plus log b plus log c എന്ന് പറയുന്ന log a b c ആണ്. 2 into 1/2 into 1/3 to the base e എന്ന് വരും. And that is logarithm of 1/3 to the base e being cancelling 2 and 2. And that is equal to logarithm of 3 raised to 1 minus 1 to the base e, and that is equal to -1 പുറത്തെടുക്കാം, log 3 to the base e. ഇത് റൂൾ ആണ്. സോ മൈനസ് ലോഗ് 3 to the base e, and that is answer option B. ഓക്കെ, സിമ്പിൾ ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം. The number of distinct real roots of the equation x raised to 7 minus 7x minus 2 is equal to 0. ആക്ച്വലി തിയറി ഓഫ് ഇക്വേഷൻസിനകത്താണ് ആഡായി കിടക്കുന്നതെങ്കിലും ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ ആണ് നമുക്ക് വരുന്നത്. നമുക്കറിയാം, നമുക്കൊരിക്കലും മാത്തമാറ്റിക്സിൽ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ചാപ്റ്ററിൽ നിന്നും മാത്രമുള്ള കോൺസെപ്റ്റ് വെച്ച് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരില്ല. നമുക്ക് എന്തായാലും ചാപ്റ്റർ മാറി മാറി കിടക്കും. ഇപ്പോൾ ഇത് നമുക്ക് ഇന്ന ചാപ്റ്ററിലേക്ക്, അതായത് പല ചോദ്യങ്ങളും പല ചാപ്റ്ററിൻ്റെയും കോൺസെപ്റ്റുകൾ മിക്സ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് തിയറി ഓഫ് ഇക്വേഷൻസ് ആണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിസൾട്ടുകൾ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ്റെ ആയിരിക്കും. മാത്രമല്ല ഈ ഒരു ക്യാരക്ടറുള്ള ചോദ്യങ്ങൾ ഈ ഒരു സീസണിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് റിയൽ റൂട്ട്സ്, അതായത് ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ f of x എന്ന് വിളിക്കുന്നു. x raised to 7 minus 7x minus 2. ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഈക്വൽ ടു 0 കൊടുക്കാൻ പോകുന്നു. 7x raised to 6 minus 7 is equal to 0. And that implies x raised to 6 minus 1 is equal to 0.
ആൻഡ് എക്സ് റേസ് ടു 6 is equal to 1 ഇംപ്ലൈസ് രണ്ട് റിയൽ റൂട്ട്സ് കിട്ടും. നമുക്ക് എക്സ് is equal to +or -1 എന്ന് കിട്ടും. ശരിയല്ലേ? സോ നമ്മളിത് വെച്ച് ഇൻ്റർവെൽ കൺസ്ട്രക്ട് ചെയ്യും. f'(x) 0 ആകുന്നത് -∞, -1, -1, 1, 1 ഇൻഫിനിറ്റി. ഓക്കെ, ഈ ഓരോ പോയിന്റിലും ഞാൻ f'(x) നോക്കും. ഇവിടെ നമ്മളൊരു ട്രയൽ മെത്തേഡിൽ x is equal to -2 ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നു. f'(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. f'(x) എന്ന് പറയുന്നത് 7x raised to 6 - 7 ആണ്. ദാറ്റ് is equal to 7 into -2 raised to 6 -7. ഒബ്വിയസ്ലി ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇത് പോസിറ്റീവ് ആണ്. ഇവിടെ നിന്നും x is equal to 0 എടുക്കുക. -1 1 ഇടയ്ക്കാണ് 0. f'(x) അതിട്ട് കൊടുത്താൽ -7 എന്ന് കിട്ടും. ദിസ് ഇസ് ലെസ് ദാൻ 0. x is equal to 2 ഇട്ട് കൊടുത്താൽ 7 into 2 raised to 6 - 7 greater than 0. So clearly here this function is increasing, being the derivative greater than 0. Here it is decreasing, being the derivative less than 0, and here it is increasing. Okay, ഈ പോയിന്റ് -1 എന്ന് പറയുന്ന പോയിന്റാണ്. ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റാണ്. നമുക്ക് ഈ -1 എന്ന് പറയുന്ന പോയിന്റിലെയും 1 എന്ന് പറയുന്ന പോയിന്റിലെയും ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. f(-1) എന്ന് പറയുന്നത് -1 ഇട്ട് കൊടുത്താൽ -1 + 7 -2. Clearly this is greater than 0. And what about f(1)? f(1) functional 1 ഇട്ട് കൊടുത്താൽ 1 - 7 - 2. That is obviously less than 0. So clearly this point is greater than 0 and this point is less than 0. നമ്മൾ ഈ ഗ്രാഫിൽ x ആക്സിസ് വരച്ചാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അതായത് ഈ ഒരു പോയിന്റ് x ആക്സിൻ്റെ മുകളിലും ഈ ഒരു പോയിന്റ് x ആക്സിൻ്റെ താഴെയും കിടക്കും. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് 3 പോയിന്റുകളിൽ x ആക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. സോ അതിന് എത്ര സൊല്യൂഷൻസ് ആണുള്ളത്? 3 സൊല്യൂഷൻസ് ആണുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് ദ റൂട്ട്സ് ആൽഫ ആൻഡ് ബീറ്റ ഓഫ് ദ ഇക്വേഷൻ 3x² + λx - 1 is equal to 0 is 15, then 6 times alpha cube plus beta cube the whole square is equal to. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 6 times alpha cube plus beta cube the whole square ആണ്. തന്നിരിക്കുന്ന ആൽഫയും ബീറ്റയും ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണെന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -b/a, ദറ്റ് ഈസ് -λ/3 എന്നും, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് c/a, ദറ്റ് ഈസ് -1/3 എന്നും നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി ഇവർ തന്നിട്ടുണ്ട്. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ റെസിപ്രോക്കൽസ്, ദറ്റ് ഈസ് 1/α² പ്ലസ് 1/β² ഈക്വൽ ടു ഇത്ര പിള്ളേർ തന്നിരിക്കുന്നത് 15 എന്ന് തന്നിട്ടുണ്ട്. LCM എടുത്താൽ α² പ്ലസ് β² അപ്പോൾ ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 15. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടത്. അതിലൊരു അൺനോൺ കൂടെ ഉണ്ട്, ലാംഡ എന്ന് പറയുന്നത്. നമുക്കിതില്ലേ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്ക് α² പ്ലസ് β² കണ്ടുപിടിക്കാം നേരിട്ട്. ദറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2α ബീറ്റയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇത് ലാംഡ സ്ക്വയർ അപ്പോൾ 9c3² മൈനസ് 2 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറയുന്നത് -1/3. ദറ്റ് ഈസ് λ² 9 പ്ലസ് 2/3 എന്ന് കിട്ടും. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. α² പ്ലസ് β² എന്ന് പറയുന്നത് λ² 9 പ്ലസ് 2/3 അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് -1/3 ആണ്. ദറ്റ് ഈസ് 1/9 ഈക്വൽ ടു 15. അപ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് λ² 9 പ്ലസ് 2/3 ഈക്വൽ ടു 15/9 എന്ന് കിട്ടും. ഈ ഹോൾ ഇക്വേഷൻ നമുക്കൊരു 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ λ² പ്ലസ് 6 ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. സോ λ² ഈസ് ഈക്വൽ ടു 9 ആൻഡ് λ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 എന്ന് കിട്ടും. പിള്ളേരെ λ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3 കിട്ടിയാൽ α² പ്ലസ് β² എന്ന് പറയുന്നത് 9/9 1 പ്ലസ് 2/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്താണ്? α³ പ്ലസ് β³ ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് α³ പ്ലസ് β³ എന്താണെന്ന് എഴുതാം. a³ പ്ലസ് b³ എന്ന് പറയുന്നത് a പ്ലസ് b ഇൻറ്റു a² പ്ലസ് b² മൈനസ് ab ആണ് ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ടൈംസ് what about alpha plus beta?
alpha plus beta is minus lambda by 3. Lambda is already plus or minus 3. So it will be minus lambda by 3. We can substitute minus lambda by 3 there. Times, what about alpha square plus beta square? Alpha square plus beta square is 5 by 3. That is 5 by 3 minus, what about alpha beta? Alpha beta is negative 1 by 3. That is negative 1 by 3. The whole square. That is equal to 6 times. See, actually this is lambda square by 9. The lambda ittu koduthainte karyam mattonnulla. Lambda യുടെ value plus or minus 3 ആണ്. അത് ഇവിടെ എഴുതി ഒരു കൺഫ്യൂഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സ്ക്വയർ എടുക്കുമ്പോൾ പിന്നെ പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. ഇൻറ്റു 5 plus 1 6 square 36 divided by 9 എന്ന് കിട്ടും. ശരിയല്ലേ? That is equal to 24. 24 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. Let A be a real numbers be such that the equation ax square minus 2bx plus 15 is equal to 0 has a repeated root alpha. Repeated root എന്ന് പറയുമ്പോഴത്തേനും ഒരൊറ്റ റൂട്ടാണ്. ഇതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് b square minus 4ac is equal to 0 ആണ്. That is minus 2b. That is b square minus 4 into a into c is equal to 0 എന്ന് കിട്ടും. 4b square minus 4 into a into 15 is equal to 0 ആണ്. 4 ക്യാൻസൽ ആയപ്പോൾ b square is equal to 15a എന്ന് കിട്ടും. b square is equal to 15a എന്ന് കിട്ടും. അത് മാത്രമല്ല, ആൽഫയും ബീറ്റയും ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ. ദറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 2b, ദറ്റ് ഈസ് 2b by a 1 and alpha beta is equal to c by a, that is 21 എന്ന് നമുക്ക് കിട്ടും. ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ക്ലിയർ ആണ്, കാരണം അതിന് റിപ്പീറ്റഡ് റൂട്ടാണ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ഞാനേ ഇതിൽ നിന്നും എയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. what will be a? b square by 15. സോ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്താൽ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് എ എന്ന് പറയുന്നത് b square by 15 ആണ്. ദറ്റ് ഈസ് b square by 15 x square minus 2bx plus 15 is equal to 0. 15 വെച്ച് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ b square x square minus 30bx plus 15 square is equal to 0 എന്ന് കിട്ടും. So this is bx minus 15 the whole square is equal to 0 ശരിയല്ലേ? bxൻ്റെ സ്ക്വയർ b square x square ആണ്. 15ൻ്റെ സ്ക്വയർ 15 സ്ക്വയർ 15 into 2 30 bx എന്ന് കിട്ടും. സോ ക്ലിയർലി ദിസ് ഇസ് x is equal to 15 divided by b and alpha is equal to 15 divided by b എന്ന് നമുക്ക് കിട്ടും. ശരിയാണോ? ആൽഫ എന്ന് പറയുന്നത് 15 divided by b ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 15 divided by b പ്ലസ് ബീറ്റ is equal to 2b എന്ന് കിട്ടും. or beta is equal to 2b minus 15 divided by b കിട്ടും. that is equal to 2b square minus 15 upon b and alpha beta is equal to 21. alpha into beta, alpha എന്ന് പറയുന്നത് 15 by b ആണ്. 15 by b into beta is equal to 21 എന്ന് കിട്ടും. or see ഇപ്പം നമുക്ക് 2b ആയല്ലേ, ഇവിടെ ഒരു ബി ആയി, ഇവിടെ ഒരു ബി ആയി, ഇവിടെ ഒരു ബീറ്റ ആയി, ഇവിടെ ഒരു ബീറ്റ ആയി. നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് ബീറ്റ എന്ന് പറയുന്നത് 21b upon 15 എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടിയ 2 ബീറ്റയെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് 2b സ്ക്വയർ മൈനസ് 15 upon b is equal to 21b upon 15. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 30b സ്ക്വയർ മൈനസ് 225 is equal to 21b square. 21b square ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 9b square is equal to 225 എന്ന് കിട്ടും. or b square is equal to 25 എന്ന് കിട്ടും. b is equal to 5 plus or minus b greater than 0 പറയാനുണ്ടോ? ഇല്ല, പക്ഷെ നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മതി. അപ്പോൾ നമുക്ക് പ്ലസ് ഓർ മൈനസ് എടുത്താലും വലിയ പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു അല്ലേ? b is equal to ഇല്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൽ കണ്ടുപിടിക്കേണ്ടത് ഈ ഇക്വേഷൻ ഇങ്ങനെയാവും. എക്സ് സ്ക്വയർ മൈനസ് 2 into 5 10x plus 21 is equal to 0. So
സോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 10 കിട്ടും. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 21 കിട്ടും. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. പ്ലസ് ഓർ മൈനസ് 5 നമുക്ക് എഫക്റ്റ് ഒന്നും വരില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് 100 മൈനസ് 2 into 21, that is equal to 100 minus 42, and that is equal to 58. 58 is answer option B. Okay. അടുത്ത ചോദ്യം. Alpha is equal to sin 36 degree. See, sin 36 degree എന്ന് പറയുന്നത് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയുള്ള വാല്യൂ ആണ്. നമുക്കത് കാണാൻ പഠിക്കേണ്ടതാണ്. നമുക്കത് ഫെമിലിയർ ആണ്. Sin 36 is equal to 10 minus 2 root 5 under the root upon 4. See, this is alpha. ഇത് കിട്ടിയാൽ ഇതാണ് റൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ വാല്യൂ അറിയാമെങ്കിൽ എളുപ്പം ഇത് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, അല്ലാണ്ട് ഇതിനകത്ത് തിരിച്ച് കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ആണ്. ആൽഫ സ്ക്വയർ എന്ന് പറയുന്നപ്പോൾ 10 minus 2 root divided by 4 സ്ക്വയർ ആണ്. ആൻഡ് ആൽഫ റൈസ് ടു 4 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10 സ്ക്വയർ 100 പ്ലസ് 2 സ്ക്വയർ 4 ടൈംസ് 520 മൈനസ് 40 root 5 എന്ന് കിട്ടും. upon 4 raised to 4. That is equal to 120 plus or 120 minus 40 times root 5 divided by 4 raised to 4 ആണ്. ഇത് 4 raised to 4 ആണ്. ഇത് 4 സ്ക്വയർ ആണ്. എക്സ് റൈസ് ടു 4ഉം എക്സ് സ്ക്വയറുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈ 16 എക്സ് റൈസ് ടു 4 ചെയ്യുമ്പോൾ നമുക്ക് ഒരു 4 സ്ക്വയർ ക്യാൻസൽ ആയി പോകും. ഒരു ലോജിക്. സോ ഐ എം ഫൈൻഡിങ് 16 ആൽഫ റൈസ് ടു 4 ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 120 minus 40 root 5 upon 4 square. See, നമുക്ക് ഈക്വൽ ടു 0 കിട്ടണം. സിമിലർലി നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഇതിനകത്തൊരു 40 ആണ് നമുക്കുള്ളത്. 40 root 5 ആണുള്ളത്. ആൽഫ സ്ക്വയറിൽ ഒരു 2 root 5 ആണുള്ളത്. സോ ക്ലിയർലി നമുക്ക് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ 2 root 5ൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുമ്പോഴത്തേനും 40 root 5 വരത്തുള്ളൂ. സോ വി ക്യാൻ ഫൈൻഡ് 20 ആൽഫ സ്ക്വയർ ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 20 into 10 200 minus 40 root 5 divided by 4 square. If you are adding these two, or if you are subtracting these two, 16 alpha raised to 4 minus 20 alpha square, and that will be equal to 120 minus 200 minus 40 will be cancelled. That is minus 80 upon 4 square, right? And that is equal to, you will get minus 5. And transferring minus 5 to the right hand side, 16 alpha raised to 4 minus 20 alpha square plus 5 is equal to 0. 16 x raised to 4 minus 20 x square plus 5 is equal to 0, and that is answer option C. Okay, next question. The same. ഞാൻ പറഞ്ഞല്ലോ, the number of distinct real roots. We are taking application of differentiation. Put f of x is equal to x raised to 4 minus 4x plus 1, and putting f dash x is equal to 0 implies 4x cube minus 4 is equal to 0, and that implies x cube minus 1 is equal to 0, and that implies x is equal to 1. Only one real root is there, x is equal to 1. See, x is equal to 1 എന്ന് പറയുന്നത് ഒരേ ഒരു റിയൽ റൂട്ടാണ്. അപ്പോൾ ഒന്നുകിൽ ഈ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കണം. ശരിയല്ലേ? ഐദർ ഓപ്പൺ അപ്വേർഡ് ഓർ ഓപ്പൺ ഡൗൺവേർഡ്. ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് സ്ലോപ്പ് 0 ആകുന്നത്. ഇത് നമുക്ക് ഓപ്പൺ അപ്വേർഡ് ആണോ ഓപ്പൺ ഡൗൺവേർഡ് ആണോ എന്നുള്ളതല്ല നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹയർ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് അത് ഓപ്പൺ അപ്വേർഡ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ മിനിമം വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. മിനിമം വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞാൻ ചെയ്ത പോലെ നമുക്ക് അതിൻ്റെ ഗ്രാഫിലേക്ക് തന്നെ പോകാം. -∞ 1 ഇൻഫിനിറ്റി 2 ഇൻ്റർവെല്ലായിട്ട് തിരിച്ചാൽ ഇതിനകത്ത് എഫ് ഡാഷ് എക്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ ഇവിടെ എഫ് ഡാഷ് എക്സിൻ്റെ എക്സ് ഇസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ പ്ലസ് ഇവിടെ ഒബ്വിയസ്ലി ലെസ് ദാൻ 0 ആണ്, ശരിയല്ലേ? -4 ആണ് കിട്ടുന്നത്. ഇവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു 2 എല്ലാം ഇട്ട് കൊടുത്താൽ ഇത് ഗ്രേറ്റർ ദാൻ 0 കിട്ടും. സോ ഇവിടെ ഗ്രാഫ് ഡിക്രീസിങ് ആണ്, ഇവിടെ ഗ്രാഫ് ഇൻക്രീസിങ് ആണ്. സോ നമുക്ക് ഈ പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കാം. 1ലെ എഫിൻ്റെ വാല്യൂ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് 1 എത്ര വളരെ 1 മൈനസ് 4 പ്ലസ് 1 ദറ്റ് ഈസ് നെഗറ്റീവ്. സോ ക്ലിയർലി എക്സ് ആക്സിസ് ഇവിടെ വരും, ശരിയല്ലേ? ഇതാണ് എക്സ് ആക്സിസ്. സോ എത്ര റിയൽ റൂട്ട്സ് ആണ്? ഇറ്റ്സ് 2. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഇഫ് ദ സം ഓഫ് ഓൾ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ ഇതിൽ നെഗറ്റീവ് എക്സ്പോണൻറ്റ് കിടപ്പുണ്ട്, അത് നമുക്ക് പറ്റില്ല. നമുക്ക് അതുകൊണ്ട് ഒരു ഇ റേസ് ടു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ദിസ് വിൽ ബി ഇ റേസ് ടു
3x minus 11 e raised to 2x minus 45 plus 81 by 2 e raised to x is equal to 0. നമുക്കൊരു വൃത്തിക്ക് എഴുതിയാൽ e raised to 3x minus 11 e raised to 2x plus 81 by 2 e raised to x minus 45 is equal to 0. ആക്ച്വലി നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ടാണ് സം ഓഫ് റൂട്ട്സ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ആൽഫ എന്ന് പറയുന്ന e raised to x1 ഉം ബീറ്റ എന്ന് പറയുന്ന e raised to x2 ഉം ഗാമ എന്ന് പറയുന്ന e raised to x3 ഉം വിളിക്കുവാണെങ്കിൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്താൽ e raised to x ന് നിങ്ങൾ t എന്ന് കൊടുത്താൽ ഒബ്വിയസ്ലി ഇത് t ക്യൂബ് മൈനസ് 11t സ്ക്വയർ പ്ലസ് 81 upon 2t മൈനസ് 45 is equal to 0 ആണ്. ഇതിലെ പ്രോഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൽഫ ബീറ്റ ഗാമ is equal to 45 എന്ന് കിട്ടും. മൈനസ് ഡി ബൈ എ അത് ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് e raised to x1 plus x2 plus x3 ആണ്. and that is equal to 45 എന്ന് കിട്ടും. and that implies x1 plus x2 plus x3 is equal to logarithm of 45 to the base e ആണ്. So that is given as logarithm of p to the base e. So clearly p, the value of p is 45 and the answer is 45. Okay, next question. Let f of x be the quadratic polynomial such that f of minus 2 plus f of 3 is equal to 0. Simple ചോദ്യം. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ f of x is equal to ax square plus bx plus c എന്ന് എഴുതാം. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഓക്കെ, f of minus 2 plus f of 3 is equal to 0. f of minus 2 plus f of 3 is equal to 0 and that implies 4a minus 2b plus c plus f of 3 9a plus 3b plus c is equal to 0 and that implies 4a plus 9a 13a minus 2b plus 3b plus b plus 2c is equal to 0 and that is equation number 1. ഒരു ഇക്വേഷൻ കൂടെ കിട്ടണമല്ലോ. 1 root of the equation f of x is equal to 0 is minus 1. That means f of minus 1 is equal to 0 and that implies a minus b plus c is equal to 0. Equation number 2. ഇനി ഇക്വേഷൻ നമ്പർ 2-നെ നമുക്ക് ക്യാൻസൽ ആയി പോകേണ്ട c ആണ്. അതെന്തുകൊണ്ട് c ക്യാൻസൽ ആയി പോകണം? അവർ നമ്മളുടെ സം ഓഫ് റൂട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ആണ്. ആൻഡ് ദാറ്റ് ഈസ് മൈനസ് ബി ബൈ എ. ശരിയല്ലേ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, മൈനസ് ബി ബൈ എ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എയും ബിയും ആണ് വേണ്ടത്. സോ അതിനെ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2-നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇക്വേറ്റ് ചെയ്താൽ 2a മൈനസ് 2b പ്ലസ് 2c is equal to 0. 13a minus 2a is 11a. This is plus 3b plus 0 is equal to 0. Or 11a is equal to minus 3b. 11 by 3 is equal to minus b by a. And that is the answer. Minus b by a is equal to alpha plus beta. That is equal to minus 11 by 3. Sorry, 11 by 3. That is answer option A. Next, same question. The number of real solutions of x raised to 7 plus 5x cube plus 3x plus 1 is equal to 0 is equal to, നമുക്ക് f of x എഴുതാം. f of x is equal to 7x raised to 6 plus 15x square plus 3. See, ഇതിലെ എക്സിൻ്റെ എല്ലാ പവറുകളും പോസിറ്റീവാണ്. ഇതിനിടയ്ക്ക് കിടക്കുന്ന കോയിഫിഷ്യൻസ് എല്ലാം പോസിറ്റീവാണ്. സോ ക്ലിയർലി എഫ് ഡാഷ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ക്ലിയർലി this is a polynomial function and it is increasing always. Increasing എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഏകദേശം ഇങ്ങനെ വരും. ഇതിന് ഒരൊറ്റ പോയിന്റിൽ മാത്രമേ എക്സ് ആക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർ ദ സീസൺ 1. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.